പ്രിയ മേഡം രാശിക്കാരെ, കന്നി രാശിയിൽ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും കലഹങ്ങൾ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുവെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഈ പ്രശ്നം തുടരുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ മോശമായി ബാധിക്കുമെന്നതിനാൽ ഇത് പ്രധാനമാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് സംസാരിക്കാനും എല്ലാം വ്യക്തമായി വിശദീകരിക്കാനും നിർദ്ദേശിക്കുന്നു. പോസിറ്റീവ് കോസ്മിക് വൈബ്രേഷൻസ് നേടുന്നതിന് പച്ച നിറം ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. 2026-ൽ ശനി നിങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും ശ്രമിക്കുക. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇന്ന് നിരാശയും അസ്വസ്ഥതയും അനുഭവപ്പെടാം. ഈ നിരാശയ്ക്കും അതൃപ്തിക്കും കാരണം അടുത്തിടെ നിങ്ങളുടെ മികച്ച ശ്രമങ്ങൾക്കിടയിലും കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയോ നിങ്ങളുടെ സംതൃപ്തിക്ക് അനുസരിച്ചോ നടന്നിട്ടുണ്ടാകില്ല എന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര കൂടുതൽ ചിന്തിക്കുന്നുവോ അത്രയധികം നിങ്ങൾ അസ്വസ്ഥരാകും. അതിനാൽ സംഭവിച്ചതെല്ലാം മറക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യില്ല, മറിച്ച് നിങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വ്യാപൃതമാക്കുക. ദിവസത്തിലെ നിങ്ങളുടെ അനുകൂല സമയം ഉച്ചയ്ക്ക് 1:20 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. വെള്ളനിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം രാഹുവിന്റെ പ്രധാന സ്വാധീനം വികാരങ്ങളെ ഇളക്കിവിട്ടേക്കാം. അതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിൽ തുടരുന്നതിനാൽ ദിവസം നിരാശാജനകമായി ആരംഭിച്ചേക്കാം. പക്ഷേ അത് വലിയ സംതൃപ്തിയോടെ അവസാനിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷേ അറിയില്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്, പക്ഷേ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അക്ഷമ കാണിക്കുന്നതിന് പകരം അത് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും കൂടുതൽ പോസിറ്റീവായിരിക്കുക. ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം ഇൻഡിഗോ ആണ്. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെയാണ്. 2026-ൽ വ്യാഴം വലിയ മുന്നേറ്റങ്ങൾക്ക് ശക്തി നൽകുന്നതിനാൽ സ്ഥിരമായ സമൃദ്ധി ആകർഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ചില പ്രതിവിധികൾ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം നിങ്ങൾ അസാധാരണമായ എന്തെങ്കിലും പരീക്ഷിക്കാൻ പോകുകയാണ്. കാരണം നിങ്ങളുടെ ഏകദാനമായ പഴയ ദിനചര്യയിൽ ഇന്ന് ഒരു പുതിയ ജീവൻ പകരാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോകാനും വിരസത മാറ്റാനും കുറച്ച് ആസ്വദിക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ പഴയ ആശയങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ആധുനിക ജീവിതത്തിനനുസരിച്ച് പുതിയ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് അല്പം ഉന്മേഷവും പുനർജന്മവും അനുഭവപ്പെടാൻ തുടങ്ങണം. പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുകയും അതിന് ഒരു പുതിയ കാഴ്ചപ്പാട് നേടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത്ഭുതം തോന്നും. ഈ വർഷം വ്യാഴം പരിവർത്തനപരമായ രോഗശാന്തി സജീവമാക്കുന്നതിനാൽ പ്രക്ഷുബ്ധമായ വികാരങ്ങളെ ശാന്തമാക്കാനും അവബോധപരമായ തീരുമാനങ്ങളെ നയിക്കാനും ചില പ്രതിവിധികൾക്ക് കഴിയും. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് കന്നി രാശിയിൽ അമാവാസ്യ ഉള്ളതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുകയും നിങ്ങളോട് ദുർഭാവനയും അസൂയയും വെച്ചു പുലർത്തുന്ന ആളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വേണം. നെഗറ്റീവ് അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. അവരെ അവഗണിച്ച് നിങ്ങളുടെ നല്ല ജീവിതവുമായി മുന്നോട്ടു പോകുക എന്നതാണ് ഏറ്റവും നല്ല സമീപനം എന്ന്
താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജോലികളിലും ഉത്തരവാദിത്തങ്ങളിലും കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ദിവസം നന്നായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയം. ഇന്ന് ആകാശനീല നിറം ധരിക്കുന്നത് ഒഴിവാക്കണം. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനത്തെ ചെറുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുസ്തകം വായിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നിരാശിയിലാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ഐക്യവും സന്തോഷവും അനുഭവപ്പെടും. നിങ്ങൾ ഇത് പൂർണ്ണമായി ആസ്വദിക്കും. ഇന്നത്തെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തുകയും പൂർണ്ണമായി ആസ്വദിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. അവർ നിങ്ങൾക്ക് നൽകുന്ന നിരന്തരമായ പിന്തുണയെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമാണെങ്കിൽ പോലും അവർ നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നതിൽ സന്തോഷിക്കും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചില കളികൾ കളിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. കുറച്ച് ചിരി പങ്കിടുകയും ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ കഴിയുന്ന ഓർമ്മകൾ നെയ്യാൻ തുടങ്ങുകയും ചെയ്യുക. ശനി മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രിയ തുലാം രാശിക്കാരെ, കന്നിരാശിയിലെ ചന്ദ്രന്റെ സംക്രമണം സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് അസാധാരണമായ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കും. അത് ചുറ്റുമുള്ള എല്ലാവരെയും ആകർഷിക്കും. ഈ ശ്രദ്ധേയമായ നേട്ടം നിങ്ങൾക്ക് സംതൃപ്തി നൽകും. കൂടാതെ ജോലിസ്ഥലത്തെ മുതിർന്ന അംഗങ്ങൾ ഇതിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ഈ ഗ്രഹസംക്രമണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യക്തിപരവും തൊഴിൽപരവുമായ മികവ് പുലർത്തുന്നത് കാണും. എന്നാൽ ഈ നല്ല സമയങ്ങൾ നിങ്ങളുടെ തലയിൽ കയറാൻ അനുവദിക്കരുത്. ജീവിതത്തിലെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും മറക്കരുത് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ദിവസത്തിലെ നിങ്ങളുടെ ഭാഗ്യസമയം വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് വയലറ്റ് നിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറമാണ് എന്നാണ്. 2026-ൽ ശനിയുടെ ശക്തമായ ഊർജത്തെ സ്ഥിരപ്പെടുത്തുക. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, കന്നിരാശിയിലെ ചന്ദ്രൻ എപ്പോഴും നിങ്ങളുടെ മനുഷ്യത്വപരവും ദയയുള്ളതുമായ വശം പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് രീതിയിലും മാനുഷിക കാര്യങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് അതിനുള്ള ഒരു മാർഗമായിരിക്കും എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. മാനുഷിക കാര്യങ്ങൾ കൂടാതെ ബന്ധങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുൻഗണനാ പട്ടികയിൽ ഉയർന്ന സ്ഥാനം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം വീണ്ടും ഉറപ്പിക്കാനും ശ്രമിക്കും. കഴിഞ്ഞ തെറ്റിദ്ധാരണകൾ മറന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ ഇത് അനുയോജ്യമായ ദിവസമാണ്. നിങ്ങളുടെ ദിവസത്തിലെ അനുകൂല സമയം ഉച്ചയ്ക്ക് 1:45 മുതൽ ഉച്ചയ്ക്ക് 3:15 വരെയാണ്. കടൽ പച്ച നിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ആന്തരിക വികാരങ്ങളെ തീവ്രമാക്കുന്നതിനാൽ വ്യക്തമായ ആവിഷ്കാരത്തെ പിന്തുണയ്ക്കാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പരിഹാരം: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കരുതലുള്ള സ്വഭാവം പുറത്തു വന്നേക്കാം. ഏത് മാനുഷിക കാര്യത്തിലും സംഭാവന നൽകാൻ നിങ്ങൾ വളരെയധികം സന്നദ്ധരായിരിക്കും. നിങ്ങൾ ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് ആശ്ചര്യപ്പെടാനും സാധ്യതയുണ്ട്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് നിങ്ങൾ ദിവസം മുഴുവൻ ഉന്മേഷത്തിലായിരിക്കുമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നുമാണ്. എന്നാൽ നിങ്ങൾ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. കാരണം ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിക്കുകയും ധാരാളം നെഗറ്റിവിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യും. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു പ്രധാന തീരുമാനവും എടുക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയമല്ല. ഏറ്റവും നല്ല ഭാഗ്യത്തിനായി പിങ്ക് നിറം ധരിക്കുക. ഈ വർഷം വ്യാഴം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാഗ്യത്തിനായി ഒരു അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുക. പ്രതിവിധി: നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ,
ഇന്ന് കന്നി രാശിയിലെ ചന്ദ്രൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ഒരുമിച്ച് ഒരു ആഘോഷം നടത്തുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും. അവരോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാനും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനും ഇത് അനുയോജ്യമായ ദിവസമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നു. അവ ഉടൻ പരിഹരിക്കപ്പെടും. അതിനാൽ സമ്മർദ്ദം ഒഴിവാക്കി ഈ സമയം ആസ്വദിക്കുക. ഭാഗ്യത്തിനായി മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. രാഹുവിന്റെ ശക്തമായ തരംഗത്തിന് കീഴിൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഊർജ്ജ ശുദ്ധീകരണത്തിനായി ഒരു പ്രത്യേക പ്രതിവിധി നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയകരവും ശുഭാപ്തി വിശ്വാസവും തോന്നിയേക്കാം. നിങ്ങളുടെ തീവ്രമായ ചിന്താശേഷി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ വിഷയം വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനും നിങ്ങളെ സഹായിച്ചേക്കാം. മാനസിക പിരിമുറുക്കത്തിന്റെയും ഉത്കണ്ഠയുടെയും ഈ കാലഘട്ടങ്ങൾ കടന്നുപോകും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പോസിറ്റീവായി തുടരുക എന്നതാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് ഇന്ന് നിങ്ങളുടെ മാനസിക ശക്തിയും യുക്തിപരമായ ചിന്തയും ഉന്നതിയിലായിരിക്കാം എന്നാണ്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യനിറം അക്വാറ്റിക് ബ്ലൂ ആയിരിക്കും. ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അതിനാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് മുൻഗണന നൽകുക. ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ നിരന്തരമായ പ്രതിബദ്ധതയ്ക്കായി നിങ്ങളുടെ സ്ഥലത്ത് ഒരു അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, നിങ്ങളുടെ ദൈനംദിന ദിനചര്യയുടെ കെട്ടുപാടുകൾ പൊട്ടിച്ച് പ്രകൃതിയെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പുറത്തുപോകണം. കന്നിരാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ഷീണത്തിൽ നിന്ന് സ്വയം ഊർജം നിറയ്ക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം ഒരു പാർക്കിൽ പോയി വിശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിനെ അലങ്കോലങ്ങളിൽ നിന്ന് മുക്തമാക്കുക. സ്വയം സംസാരിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. നിങ്ങൾ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വീണ്ടും ആസൂത്രണം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യും. അത് നിങ്ങളെ പ്രചോദിപ്പിക്കും. ഇന്ന് വീണ്ടും പോസിറ്റീവ് ഊർജം വീണ്ടെടുക്കാനുള്ള ദിവസമാണ്. ഇന്നത്തെ ഭാഗ്യനിറം കടും വയലറ്റ് ആണ്. നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ആരംഭിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം മികച്ചതാണ്. ഈ വർഷം ശനിയുടെ പരിവർത്തന ഊർജം സന്തുലിതാവസ്ഥ നിലനിർത്താൻ എന്തെങ്കിലും ധരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ആവശ്യപ്പെടുന്നു. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.